Now we are moving on to discussion of DFA. DFA means deterministic finite automata. Then for a DFA, a machine reads one symbol at a time. ഒരു സമയത്ത് ഒറ്റ സിമ്പിളെ മെഷീൻ റീഡ് ചെയ്യുന്നുള്ളൂ. Only one path for specific input from current state to next state. നമ്മൾ ഒരു കറണ്ട് സ്റ്റേറ്റ് എടുത്തിട്ട് നെക്സ്റ്റ് സ്റ്റേറ്റിലോട്ട് ട്രാൻസിഷൻ നടത്തുമ്പോൾ ഒരൊറ്റ സിമ്പിളെ അതിനുണ്ടാവുള്ളൂ. അതായത് Q0 എന്നുള്ളത് കറണ്ട് സ്റ്റേറ്റ് ആണ് എടുക്കുകയാണെങ്കിൽ അപ്പോൺ ദ ഇൻപുട്ട് സിമ്പിൾ എ ഇറ്റ്സ് മൂവിങ് ടു Q1 ഒരു സ്പെസിഫിക് പാത്തേ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇപ്പൊ Q0ന് ഇനി എ കൊടുത്തിട്ട് Q3 എന്നുള്ള വേറൊരു സ്റ്റേറ്റിലോട്ട് ട്രാൻസിഷൻ, അങ്ങനെ ഒറ്റ സിമ്പിളിനെ പല പല പാത്ത് എടുത്ത് പല പല പാത്ത് ട്രാൻസിഷൻസ് പോസിബിൾ അല്ല. അതാണ് ഇതിന്റെ മീനിങ്. ഓൺലി വൺ പാത്ത് ഫോർ സ്പെസിഫിക് ഇൻപുട്ട്. അതായത് എ എന്നുള്ള ഒരു സ്പെസിഫിക് ഇൻപുട്ടിന് കറണ്ട് സ്റ്റേറ്റ് Q0യിൽ നിന്ന് ഒരൊറ്റ പാത്തേ ഉണ്ടാവുള്ളൂ ടു ദ നെക്സ്റ്റ് സ്റ്റേറ്റ്. ഓൺലി വൺ പാത്ത് ഫോർ സ്പെസിഫിക് ഇൻപുട്ട് ഫ്രം ദ കറണ്ട് സ്റ്റേറ്റ് ടു നെക്സ്റ്റ് സ്റ്റേറ്റ്. ഒരു ഇൻപുട്ട് സിമ്പിൾ എടുക്കുകയാണെങ്കിൽ ആ ഇൻപുട്ട് സിമ്പിളിന് there is only one specific path from current state to next state. The next is not accept null moves. In the sense, എന്തെങ്കിലും ഒരു ഇൻപുട്ട് സിമ്പിൾസ് ഉണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലോട്ട് ട്രാൻസിഷൻ നടക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഇഫ് വി ആർ ടേക്കിംഗ് എപ്സിലോൺ മീൻസ് സീറോ സീക്വൻസ് ഓഫ് സിമ്പിൾസ് മീൻസ് നൾ സ്ട്രിംഗ്. അപ്പോൾ എംപ്റ്റി സിമ്പിൾ അല്ലെങ്കിൽ എംപ്റ്റി സ്ട്രിംഗ് വെച്ചിട്ട് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലോട്ടുള്ള ട്രാൻസിഷൻസ് പോസിബിൾ ആവില്ല. എന്തെങ്കിലും ഒരു ഇൻപുട്ട് സിമ്പിൾസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലോട്ടുള്ള ട്രാൻസിഷൻസ് പോസിബിൾ ആവുന്നുള്ളൂ. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് നോട്ട് ആക്സെപ്റ്റ് നൾ മൂവ്സ്. ദെൻ DFAs contain multiple final state. അതായത് ഇപ്പോൾ ഒന്നിലധികം ഫൈനൽ സ്റ്റേറ്റ്സ് DFAക്ക് പോസിബിൾ ആണ്. ഒരു ഫൈനൽ സ്റ്റേറ്റ് മാത്രം ആയിക്കൊള്ളണമെന്നില്ല, ഒന്നിലധികം ഫൈനൽ സ്റ്റേറ്റ്സ് DFAക്ക് പോസിബിൾ ആണ്. So these are the main things we have to note while drawing a DFA. The first thing, it will read only one input symbol at a time. Then it has only one path for a specific input from the current state to next state. It will not accept epsilon moves അല്ലെങ്കിൽ null moves. Then it may contain multiple final states. So a DFA is defined with 5 tuple. We know that the finite automata is defined with 5 tuples. So the same thing, the DFA is defined with 5 tuple. The first one is capital Q. We already know that capital Q is the finite set of states. Then next member in the tuple is sigma. That is the set of symbols or alphabet. Then Q0 is the start state and it is an element of capital Q. Then capital F is the set of final states that is a subset or equal to capital Q. And the last one is delta, that is a transition function. So we all know that the transition function is defined like a state upon a symbol from alphabet sigma moves on to another state. This is how a transition function is defined. So these are the members of 5 tuple members which is used to define the machine DFA. So let us move on to the discussion of problems. അപ്പോൾ പ്രോബ്ലംസ് ചെയ്യുന്തോറും DFA കൂടുതൽ ഫെമിലിയർ ആയിട്ട് വരും. തുടക്കത്തിലൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഒക്കെ തോന്നും, പക്ഷേ പിന്നെയും അത് വർക്ക്ഔട്ട് ചെയ്യും തോറും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, ഈസി ആയിരിക്കും. So directly move on to the questions. The first question is, construct a DFA to accept exactly 1A on a given alphabet sigma is equal to A, B. ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഗിവൺ ആൽഫബറ്റ് തന്നിട്ടുണ്ട്, അതിനകത്ത് 2 സിമ്പിൾസ് ആണ് തന്നിരിക്കുന്നത്. സോ ദി ഗിവൺ ആൽഫബറ്റ് ഈസ് സിഗ്മ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് A, B. ഇനി നമുക്ക് വേണ്ട സ്ട്രിങ്സ് കൺസ്ട്രക്ട് DFA. എങ്ങനത്തെ DFA ആണ് വേണ്ടത്? ടു ആക്സെപ്റ്റ് എക്സാക്ട്ലി 1A. അതായത് ആ മെഷീൻ ആക്സെപ്റ്റ് ചെയ്യുന്ന സ്ട്രിങ്സിൽ ഒരു A മാത്രമേ പാടുള്ളൂ. അതാണ് നമ്മുടെ കണ്ടീഷൻ. എക്സാക്ട്ലി 1A.
സോ നമുക്ക് ഇതിന്റെ ലാംഗ്വേജ് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? L is equal to ഏതൊക്കെ തരത്തിൽ ലാംഗ്വേജ് എഴുതാൻ പറ്റും? നമുക്ക് ഒരു എ മാത്രമുള്ള ഒരു സ്ട്രിങ് ഉണ്ടായിരിക്കാം. ഇനി BA ഇതൊരു ആക്സെപ്റ്റബിൾ സ്ട്രിങ് ആണ് വിത്ത് റെസ്പെക്ട് ടു ദിസ് കണ്ടീഷൻ. എന്താ കാരണം? എക്സാക്ട്ലി ഒരു എ മാത്രമേ നമ്മുടെ സ്ട്രിങ്ങുകൾ പാടുള്ളൂ. ബാക്കി നമുക്ക് റിമൈനിങ് ഉള്ള സിമ്പിൾ ഏത് തരത്തിൽ വേണമെങ്കിൽ നമുക്ക് പറയാം, അതൊരു ഇഷ്യൂ അല്ല. സോ ഇവിടെ ഒരു എ മാത്രമേ ഉള്ളൂ. സോ അവർ കണ്ടീഷൻ ഇസ് സാറ്റിസ്ഫൈഡ്. എപ്പോഴാണ് ഒരു സ്ട്രിങ് അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് ആക്സെപ്റ്റബിൾ ആവുന്നത്? ആ സ്ട്രിങ് നമ്മൾ സ്ട്രിങ് നോക്കി കഴിയുമ്പോൾ അത് ആ സ്ട്രിങ് വെച്ചിട്ട് നമുക്ക് മെഷീന്റെ ഫൈനൽ സ്റ്റേറ്റിലേക്ക് എത്താൻ പറ്റുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ പെർട്ടിക്കുലർ സ്ട്രിങ് ഈസ് ആക്സെപ്റ്റബിൾ. അപ്പോൾ ഈ സ്ട്രിങ് ഡെഫിനറ്റ്ലി ഫൈനൽ സ്റ്റേറ്റിലേക്ക് എത്താൻ എലിജിബിൾ ആണ്. ബിക്കോസ് വിത്ത് അവർ കണ്ടീഷൻ ഇറ്റ് ഈസ് മെൻഷൻഡ് ദാറ്റ് എക്സാക്ട്ലി വൺ എ, ഒരു എ മാത്രമേ ആ സ്ട്രിങ്ങിൽ പാടുള്ളൂ. സോ ഇവിടെ BA ആണ്, ഇതിൽ ഒരു എ മാത്രമേ ഉള്ളൂ. സോ ഇറ്റ്സ് എലിജിബിൾ. Then it can be like BBA. It's okay. Then BBA, BB. Likewise, these all strings are acceptable. At the same time, if it is defined like BAA, ഈ ഒരു string acceptable അല്ല. Because at most means was exactly 1A എന്നാണ് നമ്മുടെ കണ്ടീഷൻ. ഇവിടെ ഒന്നിലധികം A's ഉണ്ട്. So the string is not acceptable. Then see how to design this DFA. സോ നമ്മൾ തന്നിരിക്കുന്ന കണ്ടീഷൻ അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന മെഷീന് എത്ര സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം. അപ്പം നമ്മൾ തന്നിരിക്കുന്ന കണ്ടീഷൻ വെച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന മിനിമം സ്ട്രിംഗ് ലെങ്ത് അല്ലെങ്കിൽ ബേസ് സ്ട്രിംഗ് ഏതാന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. സോ ദ ഫസ്റ്റ് തിങ് എക്സാക്ട്ലി 1A. അപ്പൊ നമുക്ക് ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് എടുക്കാൻ പറ്റുന്ന ബേസ് സ്ട്രിംഗ് എന്ന് പറയുന്നത് A. ഈ സ്ട്രിംഗ് ആണ് ആ മെഷീൻ ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്ന മിനിമം ലെങ്ത് ഉള്ള സ്ട്രിംഗ്, അല്ലെങ്കിൽ ആ മിനിമം ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന മിനിമൽ സ്ട്രിംഗ്. സോ വിത്ത് ദിസ് സ്ട്രിംഗ് വി ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്. സോ ഫോർ ഗെറ്റിംഗ് ദ നമ്പർ ഓഫ് സ്റ്റേറ്റ് വി ക്യാൻ യൂസ് ദിസ് ഫോർമുല, that is number of states is equal to length of the minimum string plus 1. So in this question with our condition the length of the minimum string is 1. That is A is the minimal string. So the length of the minimal string in this particular question is 1. So here the possible number of states is 1 plus 1, that is equal to 2. അതായത് നമുക്ക് ഈ കണ്ടീഷൻ വെച്ചിട്ട് എടുക്കാൻ പറ്റുന്ന മിനിമൽ സ്ട്രിങ്ങിന്റെ ലെങ്ത് ഏതാണോ ആ ലെങ്ത്തിന്റെ കൂടെ ഒരു 1 കൂടി ആഡ് ഓൺ ചെയ്യുമ്പോഴാണ് ആ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന DFAയുടെ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് നമുക്ക് കിട്ടുന്നത്. സോ ഇൻ ദിസ് ക്വസ്റ്റ്യൻ ദ മിനിമൽ സ്ട്രിംഗ് ഓർ ദ ബേസ് സ്ട്രിംഗ് ഈസ് A. സോ its length is 1 and number of states will be 2 for this DFA. But 2 ആണ് number of states. So we are going to do a directed graph. Q0 is our first state or start state, and we also have another state that is Q1. കാരണം number of states 2 ആണ്. Then this will be our. Then what is our condition? It have to accept exactly 1A. അപ്പോൾ Q0 ഒരു A വരികയാണെങ്കിൽ it will move on to next state, that is Q1. അതായത് Q0 ഒരു A വരികയാണെങ്കിൽ ഏതൊരു സ്ട്രിംഗ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ A വരുമ്പോൾ ഇറ്റ് വിൽ മൂവ് ഓൺ ടു ദ സ്റ്റേറ്റ് Q1. അപ്പോൾ A വരുമ്പോൾ Q0 സ്റ്റേറ്റ് ട്രാൻസിഷൻ നടന്ന് Q1 വന്നു. സോ അവർ കണ്ടീഷൻ ഇസ് സാറ്റിസ്ഫൈഡ്. ദെൻ Q1 വിൽ ബി അവർ ഫൈനൽ സ്റ്റേറ്റ്. ഓക്കെ, ഇനി കൺസിഡർ അനദർ സ്ട്രിംഗ് ഇൻ ദ സെറ്റ് ലൈക്ക് BA വരുമ്പോൾ എന്താ ഉണ്ടാവുക? Q0 B എന്നുള്ള ഒരു സിമ്പിൾ വരുമ്പോൾ ദർ ഇസ് നോ ട്രാൻസിഷൻ. കാരണം ഇത് ഇവിടെ കിടന്ന് തന്നെ ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം BA എന്ന് പറയുമ്പോൾ നോക്കി നോക്കൂ, ഇത് ആക്സെപ്റ്റബിൾ ആണോ ഈ സ്ട്രിങ്? BA. സോ ഇറ്റ് വിൽ റീച്ച് ടു ദ ഫൈനൽ സ്റ്റേറ്റ്. ഇറ്റ്സ് ഓക്കെ. ദെൻ അവർ നെക്സ്റ്റ് സ്ട്രിങ് ഈസ് BBA. അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെ സെൽഫ് ലൂപ്പാണ്. സോ BBA എന്ന് പറയുമ്പോൾ 2 വട്ടം ഇവിടെ തന്നെ B റീഡ് ചെയ്യും. A വരുമ്പോൾ ഇറ്റ് വിൽ മൂവ് ഓൺ ടു ദ ഫൈനൽ സ്റ്റേറ്റ്. So that string is always accepted. And അപ്പോൾ Q0 ഇപ്പൊ നമ്മൾ തന്നിരിക്കുന്ന ആൽഫബറ്റിലെ 2 സിമ്പിൾസ് നോക്കി, B വരുമ്പോൾ Q0 തന്നെ ലൂപ്പ് ചെയ്യും, A വരുമ്പോൾ Q0 ട്രാൻസിഷൻ നടക്കും.
ലൈക്ക് വൈസ് DFAയിൽ നമ്മൾ ഏതൊക്കെ സ്റ്റേറ്റ്സ് ഉണ്ടോ എല്ലാ സ്റ്റേറ്റ്സിലും ഈ ആൽഫബറ്റിലെ സിംബൽസിന്റെ ട്രാൻസിഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യണം. സോ ഹിയർ Q1 A വരുമ്പോൾ B വരുമ്പോൾ എന്താ സംഭവിക്കുക? ഇനിയിപ്പോൾ നമുക്ക് എക്സാക്ട്ലി 1A എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞു. ഇനി ഇവിടെ വീണ്ടും ഒരു B വന്നാലും ഇറ്റ് ഈസ് പെർമിസിബിൾ ടു ലൂപ്പ് ഹിയർ. ഇവിടെ തന്നെ ലൂപ്പ് ചെയ്തോണ്ടിരിക്കാം, അതൊരു ഇഷ്യൂ ആയി വരില്ല. അറ്റ് ദ സെയിം ടൈം ഇനി Q1 A വന്നു കഴിഞ്ഞാൽ എന്താവും ഉണ്ടാവുക? ആക്ച്വലി എക്സാക്ട്ലി 1A ആണ് നമ്മുടെ കണ്ടീഷൻ. അപ്പൊ ഒന്നിലധികം A വന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും ആക്സെപ്റ്റബിൾ ആവില്ല, ആ ലാംഗ്വേജ് അല്ലെങ്കിൽ ആ സ്ട്രിങ് ആക്സെപ്റ്റബിൾ ആവില്ല. അപ്പൊ അങ്ങനത്തെ ഒരു കേസിൽ വി ആർ കൺസിഡറിങ് എ സ്റ്റേറ്റ് ലൈക്ക് ട്രാപ്പ് സ്റ്റേറ്റ് ഓർ ഡെഡ് സ്റ്റേറ്റ്. അതായത് നമ്മൾ ഇവിടെ ഒരു സ്റ്റേറ്റ് എടുക്കുകയാണ്, A വരുമ്പോൾ ആക്ച്വലി നമ്മുടെ കണ്ടീഷനിൽ നിന്ന് അത് വയലേറ്റ് ചെയ്ത് പോയുന്നത് കൊണ്ട് ആ ഒരു ട്രാൻസിഷനെ നമുക്ക് ഇവിടെ ഉൾക്കൊള്ളിക്കാൻ പോസിബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു സ്റ്റേറ്റ് കൺസിഡർ ചെയ്യാണ്. ദ സ്റ്റേറ്റ് ഈസ് കോൾഡ് ഡെഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ട്രാപ്പ് സ്റ്റേറ്റ് എന്നൊക്കെ അതിനെ പറയും. ഡെഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ട്രാപ്പ് സ്റ്റേറ്റ്. അപ്പൊ ഇവിടെ എന്താ ചെയ്യാന്ന് വിചാരിച്ചാൽ വൺസ് എ ട്രാൻസിഷൻ it will reach dead state or trap state, then it is continuously trapped. അതായത് ട്രാപ്പ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഡെഡ് സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ഫൈനൽ സ്റ്റേറ്റിലോട്ട് പോവാന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ ഈ മെഷീൻ A റീഡ് ചെയ്തു, ഇവിടെ വന്നിപ്പോ ഫോർ എക്സാമ്പിൾ VAA എന്ന് പറയുമ്പോൾ ഇവിടെ B റീഡ് ചെയ്തു, A വന്നപ്പോൾ ട്രാൻസിഷൻ വന്ന് ഫൈനൽ സ്റ്റേറ്റിലെത്തി. അഗൈൻ ഇറ്റ് ഈസ് ഹാവിങ് ആൻ A. അങ്ങനെ ഒരു A വന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ടീഷനിൽ അത് ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തത് കൊണ്ട് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ മൂവ് ഓൺ ടു ദ ഡെഡ് സ്റ്റേറ്റ്. വൺസ് അത് ഡെഡ് സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ എന്തൊരു സിംബൽസ് വന്ന് ട്രാൻസിഷൻ വന്നാലും ഇറ്റ് വിൽ നെവർ വിൽ ഗോ ബാക്ക് ടു ദ ഫൈനൽ സ്റ്റേറ്റ്. അപ്പൊ പിന്നെ എന്ത് ട്രാൻസിഷൻ നടന്നാലും അത് അവിടെ കിടന്ന് ലൂപ്പ് ചെയ്യുള്ളൂ, അല്ലാതെ ഡെഡ് സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകാനുള്ള ഒരു ചാൻസ് ഇല്ല. ദാറ്റ് ഈസ് കോൾഡ് ഇറ്റ് ഇസ് എ ട്രാപ്പ് സ്റ്റേറ്റ് ഓർ ഇറ്റ് ഈസ് ഇൻഫൈനൈറ്റ്ലി ട്രാപ്ഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ദിസ് ഇസ് ദ DFA for this question. So നമ്മുടെ ക്വസ്റ്റ്യൻ എക്സാക്ട്ലി 1A ആണ്. സോ നമ്മൾ ബേസ് സ്ട്രിങ് വെച്ചിട്ടാണ് നമ്മൾ മെഷീൻ ആദ്യം ഡിസൈൻ ചെയ്യുന്നത്. നമ്മുടെ കണ്ടീഷൻ എക്സാക്ട്ലി 1A ആയിരുന്നത് കൊണ്ട് A എന്നുള്ള ഒരു സിമ്പിൾ വരുമ്പോൾ ആ Q0യിൽ നിന്ന് സ്റ്റേറ്റ് ട്രാൻസിഷൻ നടന്ന് Q1ലെത്തി. ദാറ്റ് ഇസ് അവർ ഫൈനൽ സ്റ്റേറ്റ്. പിന്നെ നമ്മൾ DFAയിൽ എല്ലാ സ്റ്റേറ്റ്സിലും ഇതിൽ വരുന്ന എല്ലാ പോസിബിൾ ആയിട്ടുള്ള സിമ്പിൾസും വെച്ചിട്ടുള്ള ട്രാൻസിഷൻ നമ്മൾ കാണിക്കണം. സോ Q0യിൽ A വരുമ്പോൾ ട്രാൻസിഷൻ നടന്നു, B വരുമ്പോൾ അവിടെ കിടന്ന് ലൂപ്പ് ചെയ്യാം, ഇറ്റ്സ് ഓക്കെ. ദെൻ Q1ലാണെങ്കിൽ B വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പോസിബിൾ ടു സെൽഫ് ലൂപ്പ് ഇൻ ദ Q1 ഇറ്റ് സെൽഫ്. A വരുമ്പോൾ ഇറ്റ് വിൽ ഡയറക്ട്ലി മൂവ് ഓൺ ടു എ ട്രാപ്പ് സ്റ്റേറ്റ്. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സിന്റെ നോട്ട്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് അവൈലബിൾ ആയിരിക്കും. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്കത് ഇടാം, നമുക്ക് ക്ലിയർ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.